ഇന്നത്തെ വീഡിയോയിൽ നോമ്പുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും ഇടുന്നില്ല. നമ്മൾ എന്താണോ ആ ഒരു ദിവസം ചെയ്തത് അതിൽ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ചെയ്ത പണി എന്ന് പറയുന്നത് നമ്മൾ പുളി കുത്തിയെടുക്കുന്ന ഒരു പണിയാണ്. അപ്പോൾ ഇത് സാമ്പാർ പുളിയാണ്. അപ്പോൾ രാവിലെ തന്നെ ആകുമ്പോൾ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് വലിയ പണികളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്റ്റഡി ലീവ് ആയതുകൊണ്ട് തന്നെ ക്ലാസ്സും ഇല്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ഇതുപോലെ പുളി കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പാർ പുളിയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരുക്കളൊക്കെ എടുത്തിട്ട് കേടുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും നമ്മളിതുപോലെ പുളി കുരുവൊക്കെ കളഞ്ഞ് കുത്തി സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇതെനിക്ക് എപ്പോഴും ചെയ്തു തരാറ് ഉമ്മച്ചിയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഉമ്മച്ചിക്ക് വയ്യാത്തതുകൊണ്ട് ഉമ്മച്ചി പുളി വാങ്ങി തന്നിട്ട് കുത്തി സൂക്ഷിച്ച് വെക്കാൻ പറഞ്ഞിട്ട് കൊടുത്തയക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതിൽ കേടുള്ള ഭാഗവും പുളിങ്കുരുവൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഇത് പുളിയുടെ ഉള്ളിലത്തെ കുരുവൊക്കെ വറുത്തിട്ട് അത് നമ്മൾ മദ്രസയിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതൊക്കെ പണ്ടത്തെ ഒരു ഓർമ്മയാണ് നമുക്ക്. അപ്പോൾ പുളി ഇതുപോലെ ആക്കിയിട്ട് നമ്മളിത് മാറ്റി വെച്ചിട്ട് ഇനി ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇപ്പോൾ പുളിയുടെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇനി ഇത് ഓരോ ഭാഗവും ഇതുപോലെ ഞാൻ ഉണ്ടയാക്കി മാറ്റുന്നുണ്ട്. നല്ലോണം ഒന്ന് അമർത്തി വെക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തു വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പും പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പൊടിക്ക് പകരം നമുക്ക് കല്ലുപ്പായാലും മതിയാവും. അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഉപ്പെല്ലാം ഈ പുളിയിലേക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോ ബോളാക്കി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുളിയൊക്കെ ഇതുപോലെ ഉപ്പ് പുരട്ടിയിട്ട് ഓരോ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറുത്ത നിറമുള്ള പുളി 2 വർഷം പഴക്കമുള്ള പുളിയാണ്. അപ്പോൾ നമ്മൾ പുളി ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിറമായി കിട്ടും. അതുപോലെ തന്നെ ഒരു നല്ലൊരു മയം വരും പുളിക്ക്. അപ്പോൾ പുളി കുറച്ച് നാൾ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഓരോ സെക്ഷൻ കഴിയുമ്പോഴേക്കും ഇതുപോലെ നമ്മൾ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കളറായി കിട്ടും. പിന്നെ ഈ കറുത്ത നിറമുള്ള പുളി നമുക്ക് പുളിങ്കറിക്കൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സാമ്പാറൊക്കെ വെക്കുമ്പോൾ ഈ ഒരു ചുവന്ന കളറുള്ള പുളിയായിരിക്കും കൂടുതൽ നല്ലത്. കറുത്ത കളറാകുമ്പോൾ നമുക്ക് സാമ്പാറിൻ്റെയൊക്കെ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് എയർ കിടക്കാത്തൊരു ഭരണിയിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് കാലം ഇതിങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ തരി കാച്ചാനുള്ള പരിപാടിയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് 2ാം പാലും 1ാം പാലും മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2ാം പാലിൽ നമ്മൾ റവ ഒന്ന് കുറുക്കിയെടുത്തിട്ട് കുറുകി വരുന്ന ആ ഒരു സമയത്ത് 1ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെയ്യിൽ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ചുവന്നുള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ തരി കാച്ചിയതൊക്കെ നമുക്ക് കുറച്ച് നേരത്തെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വൈകിട്ട് ചെയ്താൽ മതിയാവും. പിന്നെ വൈകിട്ടത്തേക്ക് വെള്ളയപ്പത്തിനാണ് മാവ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പൊങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നോക്കിയപ്പോൾ കുറച്ചുകൂടെ പൊങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദോശക്കല്ലിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്നത്. അപ്പത്തിൻ്റെ ചട്ടിയിൽ ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് സമയം പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കനം കുറച്ചിട്ട് വേഗം ചുട്ടെടുക്കാൻ പറ്റും. അപ്പം പത്തിരി അതുപോലെ തന്നെ ഇടിയപ്പമൊക്കെ നമുക്ക് രാവിലെയൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ പണിഭാരം ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ നമ്മൾ കുറേ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ആൾ കൂടുന്നതനുസരിച്ചിട്ട് നമുക്കിതെല്ലാനും കൂടുതൽ തന്നെ റെഡിയാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എന്തായാലും നമുക്ക് സമയം പിടിക്കും ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇന്നിപ്പോൾ ഞാനിതിലേക്ക് ഗ്രീൻ പീസ് കറിയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേ ദിവസം നമ്മൾ മുട്ടയും അതുപോലെ തന്നെ ചിക്കനൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഗ്രീൻ പീസ് കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചാറില്ലാതെ കുറച്ച് ഗ്രീൻ പീസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ തന്നെ തക്കാളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക.
ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട പൊട്ടിച്ച് ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാടിട്ട് ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് ചെറിയ രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കാവൂ, അല്ലെങ്കിൽ ആകെ മുട്ട പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് പൊടിയാണ്ട് നമ്മൾ എടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ മുട്ട ചിക്കിയത് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് കാണാൻ പാകത്തിന് വേണം ചിക്കി എടുക്കാനായിട്ട്. എന്നാലാണ് ഇത് കാണാനായിട്ട് ഒരു രസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മുട്ടയൊക്കെ പൊടിഞ്ഞു പോയിട്ട് നമുക്കിത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. ടേസ്റ്റിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, കാണുമ്പോൾ അറിയാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കാനും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ്. അവസാനം നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതും ഒന്ന് മൂടി വെക്കാം. പിന്നെ കുറച്ച് മുന്തിരി ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്തിരി നമ്മൾ പുഴുങ്ങിയിട്ട് അത് പഞ്ചസാര ചേർത്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ഐസും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വൈകിട്ടായപ്പോഴേക്കും കുറച്ച് സ്നാക്സൊക്കെ റെഡിയാക്കി. അപ്പോൾ പഴം നിറച്ചതും അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയിട്ട് ഫ്രൈ ആക്കിയതാണിത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സമൂസയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും ഈന്തപ്പഴമൊക്കെ എടുത്ത് വെക്കും. അതുപോലെ തന്നെ ചായ സമയമാകുമ്പോൾ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ട് ചൂടോടുകൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം.